എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് രാവിലെ നമുക്കൊരു ചമ്മന്തി, ഇഡ്ഡലിക്കും ദോശയ്ക്കും പറ്റിയ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന്. കട്ടച്ചമ്മന്തി ഇല്ലേ, ഇങ്ങനെ ഇതായത് ഈ ചാറ് പോലെ അല്ലാതെ ചമ്മന്തി കട്ടയായിട്ടിരിക്കുന്ന കട്ടച്ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരണ്ടി എടുത്ത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടി അത് എടുക്കണം. നല്ല കട്ടച്ചമ്മന്തി ദോശയ്ക്കും ഇഡ്ഡലിക്കും കട്ടച്ചമ്മന്തി നല്ലതാണ്. ഇച്ചിരി ചാറും കൂടി ചാറായിട്ട് വയ്ക്കുന്നതിൽ എനിക്കിഷ്ടം ഈ ഇങ്ങനെ ഇതായിട്ട് കട്ടയായിട്ടിരിക്കുന്ന ചമ്മന്തി. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കട്ടച്ചമ്മന്തിക്ക് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് 2, പിന്നെ ചെറിയ ഉള്ളി, കുറച്ച് ഇഞ്ചി, അപ്പം ഇത്രയും, പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി നമുക്കിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണേ. മിക്സിയിലിട്ട് അരയ്ക്കുമ്പോഴാണ് അതിൻ്റെ അരപ്പ് അധികം ഒത്തിരി ഇതില്ലാതെ ഒത്തിരി ഇതായിട്ട് അരയേണ്ട ആവശ്യമില്ല. പച്ചമുളക് ഇട്ടു, ഉള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു. ഇനി നമുക്ക് വേണ്ടിയത് ഉപ്പും കൂടി ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് അരയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് നമുക്ക് പിന്നെ വെള്ള ചമ്മന്തിയായിട്ട് എടുക്കാനുള്ള ആൾക്കാർക്ക് വെള്ള ചമ്മന്തിക്ക് മുളക് പൊടി ചേർക്കേണ്ടതില്ല, പച്ചമുളക് മാത്രം മതി. അപ്പോൾ അല്ലാതെ ചുമന്ന ഇതാണെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ശകലം 1 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല, പകുതി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുക. എന്നിട്ടാണത് നമ്മൾ കട്ടച്ചമ്മന്തിയായിട്ട് അരച്ചെടുക്കുന്നത്. അരിഞ്ഞെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച്, അല്ലെങ്കിൽ മൊത്തം കട്ടയായി പോകും. സാധാരണ നമ്മൾ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന ചമ്മന്തി പോലെ പരിവാ, അതുമല്ല കുറച്ച് ഒരു ലൂസായിട്ട്, ഒത്തിരി ലൂസല്ല. അപ്പോൾ ഒരു ശകലം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. അരച്ചെടുക്കാവേ. അരച്ചെടുത്ത് നമുക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കാം. കടുക് പൊട്ടി വറ്റൽമുളകും ചെറിയ ഉള്ളി കൂടി വെച്ച് കറിവേപ്പില അങ്ങനെ ചേർക്കാം. ഉള്ളിയും മുളകും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വന്നു. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി, കട്ടച്ചമ്മന്തിയായിട്ട് വെള്ളം ചേർക്കാത്തതാണ്. എന്താണ് ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ല ഇതായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ടച്ചമ്മന്തിയാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എൻ്റെ ചാനൽ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, താങ്ക് യു. ഇതന്നെ നമ്മൾ കട്ടച്ചമ്മന്തി ഉണ്ടാക്കിയതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് കട്ടച്ചമ്മന്തി പിന്നെ സൈഡിൽ വെച്ച് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് സാമ്പാറും കൂടി ഉണ്ട്. കട്ടച്ചമ്മന്തി തന്നെയല്ല, സാമ്പാറും കൂടി വെച്ച് കൊടുക്കാം. ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ കോമ്പിനേഷൻ ആണല്ലോ. നിങ്ങൾക്കൊക്കെ എന്തുവായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്? എനിക്ക് ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തിയും. കട്ടച്ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കി കഴിയാനാണ് ഇഷ്ടം.